കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് ഡൊണാൾഡ് ട്രംപ് നേടിയത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ അമേരിക്കൻ ക്യാബിനറ്റിൽ നിർണായക മുഖമായി ലോകത്തെ ഒന്നാം നമ്പർ കോടീശ്വരനായ എലോൺ മസ്ക് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് വ്യക്തമായ കാര്യമാണ്. മാത്രമല്ല, ട്രംപ് തന്നെ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ബഹിരാകാശത്തടക്കം അത്ഭുതങ്ങൾ കാട്ടുന്നതാണ് മസ്കിന്റെ ബുദ്ധി എന്നത്. എന്നാൽ ഈ ബുദ്ധിയിൽ ലോകത്തെ യാത്രാവേഗവും മാറുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രധാനമായും അമേരിക്ക-ഇന്ത്യ യാത്രാ സമയത്തിലടക്കം വിസ്മയകരമായ മാറ്റമുണ്ടാകുന്ന പദ്ധതികളാണ് മസ്കിന്റെ കയ്യിലുള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള യാത്രയ്ക്ക് അതിവേഗം പകരുന്ന മസ്കിന്റെ സ്റ്റാർഷിപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ട്രംപ് അധികാരത്തിലേറുകയും മസ്കിന് താക്കോൽ സ്ഥാനം ലഭിക്കുകയും ചെയ്താൽ പിന്നെ അനായാസം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് എക്സ് അടക്കമുള്ള വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലരും പങ്കുവയ്ക്കുന്ന പ്രധാന കാര്യം. മാത്രമല്ല, 1000 യാത്രക്കാരെ വരെ വഹിക്കാൻ ശേഷിയുള്ള യാത്രാ സംവിധാനമാണ് മസ്കിന്റെ സ്റ്റാർഷിപ്പ് പ്ലാനിലുള്ളതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്റ്റാർഷിപ്പിന്റെ യാത്ര എന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സമാന്തരമായിട്ടാണ്. ലോകത്തെ വിവിധ നഗരങ്ങളിലേക്ക് എത്താൻ വേണ്ടിവരുന്ന സമയത്തിന്റെ കാര്യത്തിലാണ് പ്രധാനമായും സ്റ്റാർഷിപ്പിനെ കുറിച്ച് പുറത്തുവരുന്ന ഈ റിപ്പോർട്ട് ഏവരെയും അമ്പരപ്പിക്കുന്നത്. ലോസ് ആഞ്ചൽസിൽ നിന്നും ടൊറന്റോയിൽ കേവലം 24 മിനിറ്റിലാണ് എത്തുക. മാത്രമല്ല, കേവലം 29 മിനിറ്റ് മാത്രമാകും ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് എത്താൻ വേണ്ടിവരിക. ദില്ലിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് 30 മിനിറ്റിലും ന്യൂയോർക്കിൽ നിന്ന് ഷാങ്ഹായിലേക്ക് 39 മിനിറ്റിലും എത്താനാകുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി കാത്തിരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള യാത്രയ്ക്ക് അതിവേഗം പകരുന്ന മസ്കിന്റെ സ്റ്റാർഷിപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ അമേരിക്ക യാത്രയ്ക്ക് പ്രധാനമായും 22 മണിക്കൂർ മുതൽ 38 മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത്. എന്നാൽ ഇത് കേവലം അരമണിക്കൂറിൽ സാധിക്കുന്ന തലത്തിലേക്കുള്ള പദ്ധതിയാണ് മസ്ക് ആവിഷ്കരിക്കുന്നതെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പേസ് ട്രാവൽ പദ്ധതിയായ സ്പേസ് എക്സിനൊപ്പം സ്റ്റാർഷിപ്പ് എന്ന പേരിൽ അതിവേഗ യാത്രാ പദ്ധതി മസ്ക് വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 1000 യാത്രക്കാരെ വരെ വഹിക്കാൻ ശേഷിയുള്ള യാത്രാ സംവിധാനമാണ് പ്രധാനമായും മസ്കിന്റെ സ്റ്റാർഷിപ്പ് പ്ലാനിൽ ഉള്ളതെന്നും കണക്കാക്കപ്പെടുന്നു. മസ്കിന്റെ ഈ പദ്ധതി എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയാം.